കുറച്ച് ഹോം മെയ്ഡായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. ഞാൻ അതുപോലെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതുപോലെ വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ സെല്ലോ ടേപ്പ് ഫുൾ ആ ഒരു വരച്ചേക്കണതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ. എന്നിട്ട് ഞാൻ അതെല്ലാം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ പിക്ചേഴ്സും ഇതുപോലെ കുറച്ച് വൈറ്റ് പോർഷൻസ് ഇങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ അതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വൈറ്റ് പോർഷൻ അധികം കാണുന്ന രീതിയിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ പിക്ചേഴ്സും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സെല്ലോ ടേപ്പിൻ്റെ ആ പശയുള്ള വശയിൽ ഒട്ടിക്കുന്ന വശയിൽ അതിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഓരോ പിക്ചേഴ്സും അതിൽ കമഴ്ത്തി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പിക്ചേഴ്സ് കമഴ്ത്തിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എല്ലാവരും അങ്ങനെ കമഴ്ത്തി ഒട്ടിക്കുന്നുണ്ട്. ഇതിലൊരുപാട് വണ്ടികളുടെ ഒച്ചയൊക്കെ കേട്ടോ. റോഡ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും വണ്ടികളൊക്കെ പോകാത്തതുകൊണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കട്ടെ. ഇഷ്ടംപോലെ വണ്ടികളാണ് റോഡിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടാത്ത സമയത്ത് റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല. കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. ഇതുപോലൊരു ബട്ടർ പേപ്പർ ഞാൻ എൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പീൽ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.